വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഓർമ്മകളും അതേൽപ്പിച്ച ആഘാതവും പൂർണ്ണമായും മാറിയിട്ടില്ല. അതിനിടയിൽ മറ്റൊരു ദുരന്തം ജില്ലയെ വിഴുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജില്ലയിൽ കനത്ത മഴ പെയ്യുകയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പുലർച്ചെയും കനത്ത മഴയുടെ പിടിയിലാണ് ജില്ല. മഴ തുടരവെ വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കപാത പദ്ധതി പ്രദേശത്തിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. ദുരന്തത്തിന്റെ പൂർണ്ണമായ ചിത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമിക വിവരം. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നു. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതിനിടെയാണ് മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മന്ത്രി ടി സിദ്ദിഖ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞത്. പ്രശ്നങ്ങൾക്ക് കാരണം മണ്ണിടിച്ചിലല്ലെന്നും മണ്ണ് കൂട്ടിയിട്ടതാണെന്നും ജില്ലയിലെ MLA കൂടിയായ ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട്. കനത്ത മഴയിൽ അപകട സാധ്യതയുള്ളതിനാൽ കൊങ്കൺ റെയിൽവേ അധികൃതർ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി ആരോപിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട്. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടത് ചെറിയ മഴ പെയ്താൽ പോലും അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണ് നീക്കം നടത്തിയിരുന്നത്. മീറ്റിംഗിലും അല്ലാതെയും മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചയുണ്ടായി. നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകാത്ത സാഹചര്യം ഗൗരവതരമായി കാണും. ഇക്കാര്യം കൊങ്കൺ അധികൃതരെയും അറിയിച്ചിരുന്നു. മണ്ണ് കൂട്ടിയിട്ടത് മാറ്റാത്തത് എന്തെന്ന് അന്വേഷിക്കുമെന്നും ടൗൺഷിപ്പിലും മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ സാധ്യത സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പും അറിയിച്ചു. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രതിഭാസം മൂലം അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തടയാൻ വേണ്ട മുൻകരുതൽ എടുക്കണമെന്നും PWD ജൂൺ 25-ന് ചേർന്ന അവലോകന യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ യോഗത്തിന്റെ മിനിറ്റ്സ് PWD പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3 പേർ മരിച്ചു. നിരവധി പേർ ചികിത്സയിലാണ്. മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്.